ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഈ കാണുന്ന ഹോട്ടൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടിനെ കാണിക്കുമ്പോൾ തന്നെയുള്ള ആ ഫൈറ്റ് സീനില്ലേ, ആ സീനിൽ കാണിക്കുന്ന ഹോട്ടലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും ഓർമ്മ വരുന്നത് അവിടുത്തെ ജങ്കാറും കമ്പോലയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണുള്ളത് കൂടുതൽ കാണുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ക്യാമറയും ഞാനും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് യാത്ര അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര തുടങ്ങിയിരിക്കുന്നത് സീഗൾ ഹോട്ടലിൻ്റെ അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയേക്കണം. അവിടെ നിന്ന് നേരെ ഫെറിയുടെ അവിടെ നിന്ന് വന്ന് നേരെ നമ്മുടെ കമ്പോല പൊക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് അതൊക്കെ കാണിച്ച് നേരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെയുള്ള ചരിത്രം ഉറങ്ങുന്ന നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് CMI ചർച്ചിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിന് മുന്നായിട്ട് എപ്പോഴും വരുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങാടേക്ക് പോവാം. കൊച്ചിയിൽ വന്നാൽ എത്രയും കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. അവിടുത്തെ കായലും ബീച്ചും പിന്നെ ബോട്ട് യാത്രയും അതേപോലെ തന്നെ ഈ ചീനവല വെക്കുന്നതൊക്കെ വളരെയേറെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൊന്നാണ്. പള്ളിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാലോ. ബീച്ച് സൈഡിലൂടെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും കാണുന്നത് കുറേ മനോഹരമായ കടകളാണ്. അതായത് ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ഹാൻഡിക്രാഫ്റ്റ് മുതൽ ഡ്രസ്സ്, തൊപ്പി, അങ്ങനെ പല പല ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളിങ്ങനെ നിരന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ തൊട്ടരികിൽ വലിയൊരു പാർക്കുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് കയറി ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് പള്ളിയിലേക്കാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ ആ വഴിയൊക്കെ കയറി അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാസ്കോ ഡ ഗാമയുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്നുള്ള അറിയപ്പെടുന്ന ആ പള്ളിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ പള്ളീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1503 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിലൊന്നാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇന്ത്യയിൽ കോളനി ഭരണത്തിന് എതിരായി വിവിധ യൂറോപ്യൻ അധിനിവേശ ശക്തികൾ നടത്തിയ പോരാട്ടങ്ങളുടെ മൂകസാക്ഷി എന്ന നിലയിൽ ഈ പള്ളിക്ക് വലിയ ചരിത്ര പ്രാധാന്യമാണുള്ളത്. വാസ്കോ ഡ ഗാമയുടെ ശവശരീരം ആദ്യം മറവ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന നിലയിലും ഈ പള്ളിക്ക് പ്രാധാന്യമുണ്ട്. കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോടെ ഇവർ കൊച്ചി രാജ്യത്തിന് ഒരു കോട്ട പണിയുകയും ആ കോട്ട ഇരുന്ന പ്രദേശത്തെ ഫോർട്ട് കൊച്ചി എന്നാണ് വിളിച്ചിരുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ മരം കൊണ്ട് ഇവർ ഒരു പള്ളി പണിതിരുന്നു. ഫ്രാൻസിസ്കൻ പാതിരിമാരായിരുന്നു ഇത് നിർമ്മിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. വിശുദ്ധ ബർത്തലോമിയോവിനായിരുന്നു ഈ പള്ളി സമർപ്പിച്ചിരുന്നത്. പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് 1506 മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കല്ലുപയോഗിച്ച് പുനർനിർമ്മിക്കാൻ കൊച്ചി രാജാവ് അനുമതി നൽകി. സാമൂതിരിക്കെതിരായ യുദ്ധത്തിൽ സഹായിച്ചതിന് പ്രത്യുപകാരമായാണ് ഈ അനുമതി നൽകപ്പെട്ടത് എന്നും കരുതപ്പെടുന്നു. ഇഷ്ടികകളും ചാന്തും ഉപയോഗിച്ച് പള്ളി പുതുക്കി പണിയപ്പെട്ടു. ഓടുമേഞ്ഞ ഒരു മേൽക്കുരയും ഇവർ നിർമ്മിച്ചു. 1516 പുതിയ പള്ളി നിർമ്മിക്കപ്പെടുകയും ഇത് വിശുദ്ധ അന്തോണിസിന് സമർപ്പിക്കുകയും ചെയ്തു. 1662 ഡിസംബർ 31 ഡച്ചുകാർ കൊച്ചിയിലെത്തുകയും 1663 ജനുവരി 8 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ കയ്യിലെത്തും വരെ ഈ പള്ളി ഫ്രാൻസിസ്കൻ പാതിരിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പോർച്ചുഗീസുകാർ റോമൻ കത്തോലിക്കരായിരുന്നുവെങ്കിൽ ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റുകാരുമായിരുന്നു. ഡച്ചുകാർ ഇതൊഴിച്ച് എല്ലാ പോർച്ചുഗീസ് പള്ളികളും കോൺവെൻറ്റുകളും നശിപ്പിച്ചു. ഇതോടെ കത്തോലിക്ക ആരാധന ഇവിടെ അവസാനിച്ചു. ഡച്ചുകാർ ഇത് നവീകരിച്ച് ഒരു സർക്കാർ പള്ളിയാക്കി മാറ്റി. പിന്നീട് 1795 ഒക്ടോബർ 20 ബ്രിട്ടീഷുകാർ ഡച്ചുകാരിൽ നിന്നും ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെങ്കിലും ഈ പള്ളി കൈവശം വയ്ക്കാൻ ബ്രിട്ടീഷുകാർ ഡച്ചുകാർക്ക് അനുമതി നൽകി. 1804 ഡച്ചുകാർ ആംഗ്ലിക്കൻ സഭയ്ക്ക് ഈ പള്ളി സൊമനസാലെ വിട്ടുകൊടുത്തു. ഇത് ഇന്ത്യൻ സർക്കാരിൻ്റെ
ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരപ്പെടുകയും ആംഗ്ലിക്കന്മാർ പള്ളിയുടെ കാവൽപിതാവായ വിശുദ്ധ ഫ്രാൻസിസിനെ സ്വീകരിച്ചുവെന്നാണ് വിശ്വാസം. പടിഞ്ഞാറോട്ട് ദർശനമായാണ് പള്ളി നിൽക്കുന്നത്. വാതിലുകളും ജനലുകളും കമാനാകൃതിയിലുള്ളവയാണ്. പള്ളിഭിത്തി വളരെ കട്ടിയുള്ളതും തൂണുകൾ വലുതുമാണ്. പള്ളിയുടെ മുൻവശത്തുള്ള ഘടികാരം 1923 അസ്പിൻവാൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഹാൽ ഹാരിസൺ ജോൺസിൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ്. പള്ളിക്കായി പ്രവർത്തിച്ച പലരുടെയും ഓർമ്മയ്ക്കായിട്ടുള്ള ഫലകങ്ങൾ പള്ളിയുടെ ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എലിസബത്ത് രാജ്ഞി പള്ളി സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഫലകവും പള്ളി ഭിത്തിയിലുണ്ട്. പോർച്ചുഗീസ് പരിവേഷകനും നാവികനുമായിരുന്ന വാസ്കോ ഡ ഗാമ 1524 തൻ്റെ 3ാമത് കേരള സന്ദർശനത്തിനിടെ കൊച്ചിയിൽ വെച്ച് മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യം ഈ പള്ളിയിലുമായിരുന്നു അടക്കപ്പെട്ടിരുന്നത്. 14 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ 5ാമത്തെ പുത്രൻ കൊച്ചിയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പേര് കൊത്തിയൊരു കൽഫലകവും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പള്ളിക്കകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് പള്ളിയുടെ താഴെ കാണുന്ന മനോഹരമായ തറയും പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന വരുമ്പോൾ പള്ളിക്കുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മലയാളം ബൈബിളും പള്ളിയുടെ മേൽക്കുര ഭിത്തി, അതിൻ്റെ നിർമ്മിതി, പള്ളിയുടെ മുൻവശം, പള്ളിക്കുള്ളിൽ മുകളിൽ ഇരിക്കുന്ന സംവിധാനങ്ങളൊക്കെ എല്ലാം നമ്മളെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. 2 സൈഡിലും കറണ്ടില്ലാത്ത ഇരുന്ന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഫാനാണ് ഈ കാണുന്നത്. അതേപോലെ താഴെ നമുക്ക് കുർബാനയൊക്കെ പങ്കെടുക്കാൻ വേണ്ടി മനോഹരമായ ബെഞ്ചും ഡെസ്കും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് വാസ്കോ ഡ ഗാമയെ പണ്ട് അടക്കം ചെയ്തിരുന്ന ആ കല്ലറ. അതിൻ്റെ തൊട്ടേ തന്നെ വാസ്കോ ഡ ഗാമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് വായിച്ചൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ CME ചർച്ചിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ ഇനി ഫോർട്ട് കൊച്ചിയിലെയും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിലെയും ചരിത്രങ്ങളും മറ്റുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെ വീഡിയോസുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവരോടും ബൈ പറഞ്ഞ് വീഡിയോ നിർത്തുന്നു.